ട്രിപ്പിൾ ഫോർക്ക് വന്നാലും കുലുങ്ങാൻ പോകുന്നില്ല. മറ്റൊരു മനോഹരമായ ചെസ് ഗെയിം കണ്ടാലോ? ഇവിടെ വൈറ്റ് കളിക്കുന്ന ബ്രിഡ്ജ്സ്റ്റാ എന്ന് പറഞ്ഞ പ്ലെയറും ബ്ലാക്ക് കളിക്കുന്ന ബോട്ടൂർ എന്ന് പറഞ്ഞ പ്ലെയറുമാണ്. 1951 ഈ ഗെയിം കളിച്ചിരിക്കുന്നത്. വൈറ്റ് പ്ലെയർ തുടങ്ങുന്നത് പോണ് E4 വെച്ചിട്ടാണ്. E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5, C3. ഇപ്പോൾ ഗേക്കപ്പ് ചെയ്യാൻ വേരിയേഷൻ ആണ്. അടുത്ത മൂവിൽ D4 പുഷ് ചെയ്യാനാണ് വൈറ്റിൻ്റെ ഐഡിയ. ബിഷപ്പ് B6 പോകുന്നു, D4 കളിക്കുന്നു. ഈ പോണിലേക്കാണ് അറ്റാക്ക്. ക്യൂൻ E7. അപ്പോൾ ഇതിന് നല്ല ഡിഫൻസായി. നൈറ്റും ഉണ്ട്, ക്യൂനും ഉണ്ട്. ക്യാഷിൽ ചെയ്യുന്നു, D6 കളിക്കുന്നു. ഐഡിയ എന്താണ്? ബിഷപ്പിനെ G4 കൊണ്ടുവന്ന് ഇതിനെ പിൻ ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് എക്സ്പെക്ട് ചെയ്യണ H3 കളിക്കുമെന്നാണ്. പക്ഷെ വൈറ്റ് കളിക്കുന്നത് നൈറ്റ് G5. ഐഡിയ എന്താണ്? F7 നേടുക. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നൈറ്റ് H6 കളിച്ച് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യണം. ബിഷപ്പ് E3, കാരണം ഈ ഒരു ഡയഗണൽ അല്ലെങ്കിൽ വീക്കായി പോകും. ക്യാഷിൽ ചെയ്യുന്നു, F4. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇത് തന്നെയാണ്. ഇവിടെ ബിഷപ്പ് E3 കളിച്ചിട്ട് വേണം F4 കളിക്കാൻ. F4, പോൺ വെച്ചെടുക്കുന്നു, പോൺ വെച്ച് തിരികെ കിട്ടുന്നു. നൈറ്റ് G4. അപ്പോൾ ഇവിടെ വൈറ്റ് കാര്യം പണിയിലാണ്. കാരണം ഈ ഒരു ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ക്യൂനിലേക്കും അറ്റാക്കാണ്, റൂക്കിനെ എടുക്കുന്ന അറ്റാക്കാണ്, ഈ ഒരു ബിഷപ്പിലേക്കും അറ്റാക്കാണ്. പക്ഷെ നിങ്ങളാണ് വൈറ്റ് കളിക്കണമെങ്കിൽ ഇവിടെ എന്ത് മൂവ് കളിക്കും? വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഒന്ന് കണ്ടു നോക്കാം. അടുത്ത മൂവ് പോൺ ടു F5. ഈ ഒരു ബിഷപ്പിനെ കൊടുക്കുക മാത്രമല്ല, ഈ ഒരു ട്രിപ്പിൾ ഫോർക്ക് അനുവദിക്കുന്നു. ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ കാര്യം ശരിയാണ്. ക്യൂവിനെ അറ്റാക്ക് ചെയ്യണു, റൂക്കിനെ അറ്റാക്ക് ചെയ്യണു, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണു. പക്ഷെ വെറുതെ ക്യൂൻ H5 എന്ന് പറഞ്ഞ മൂവ് ഉണ്ട് വൈറ്റിന്. ചെക്ക്മേറ്റ് ത്രെട്ടൻ ചെയ്യാണ്. അപ്പോൾ റൂക്കിനെ എടുക്കാനോ ബിഷപ്പിനെ എടുക്കാനോ സമയമില്ല. H6 കളിക്കണം. ഇനി എങ്ങനെയാണ് കളിക്കുന്നത്? F6. ഈ ഒരു ബിഷപ്പും പ്രശ്നമല്ല, ഈ നൈറ്റും പ്രശ്നമല്ല. ക്യൂനിലേക്ക് അറ്റാക്ക് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പിനെ ഇവിടെ G4 കളിച്ച് ക്യൂവിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാണ്. ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ല ഐഡിയ നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നതാണ്. കാരണം പോൺ വെച്ച് ക്യൂവിനെ വെട്ടി കഴിയുമ്പോൾ ആദ്യം ബിഷപ്പിൻ്റെ D4 ചെക്ക് വരും. കിങ് മാറിക്കഴിയുമ്പോൾ നൈറ്റ് E7. അപ്പോൾ ഒന്ന് ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്ഡ് ആണ്. മാത്രമല്ല നൈറ്റ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഈ B2 പോൺ വീഴുകയും ചെയ്യും. ഇവിടെ ഈ റൂക്കിനും ഏകദേശം പണിയാം. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ഫെയർലി കോമ്പൻസേറ്റഡ് ആവും. അപ്പോൾ പക്ഷേ ഇവിടെ ബിഷപ്പ് G4 ആണ് കളിക്കണം. ഇനി വൈറ്റിന് ഇവിടെ ഒരു കിടിലൻ കാമായിട്ടുള്ളൊരു മൂവ് ഉണ്ട്. ക്യൂവിനെ എടുക്കലല്ല ആ മൂവ് ക്യൂൻ G6. ഐഡിയ ഈ പോൺ വെച്ച് വെട്ടാൻ പറ്റില്ല, ഇവിടെ ചെക്ക്മേറ്റ് വേണം. അപ്പം അതുകൊണ്ട് ബ്ലാക്ക് ഈ പൊസിഷനിൽ അങ്ങ് റിസൈൻ ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഈ ഗെയിം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.